ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് എനർജി എന്താണ്, അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നു എങ്കിൽ, എൻ്റെ അടുത്ത് നിന്നും റീഡിംഗ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കുള്ളിലേക്ക് ഈ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ റീഡിംഗ് കാണുന്ന ടൈമിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഒരു 10 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിന്റെ കാർഡാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന, വഴിപാട് അങ്ങനെ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മെഡിറ്റേഷൻ, അതുപോലെ അമ്പലങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ, അമ്പലം, പള്ളി, എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി എന്തോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ച് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ടൈമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. സെവൻ ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു മുറിവിനെ ഉണക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മുറിവിന്റെ മരുന്നായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രയത്നിക്കുന്നു, അതിനു വേണ്ടി മനസ്സുകൊണ്ട് ഭയങ്കരമായി പ്രാർത്ഥന കാര്യങ്ങളിലേക്ക് മുഴുകിയിരിക്കുന്ന ഒരു സമയം. അതായത് നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമുക്കിവിടെ കാണുന്നത്. ഹൈ പ്രീസ്റ്റസിന്റെ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും എന്നാണ് നമുക്കിതിൽ കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ശരീരം കൊണ്ടും ഫിസിക്കലായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ആ ഒരു കാര്യം നേടാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്യപ്പെടും. ഒരു പക്ഷേ നിങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ
നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസിന്റെ കാര്യത്തിലായിരിക്കാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു പക്ഷേ അകന്നു നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കാം. അവരുടെ ഒരു സാമീപ്യം, അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾ പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ദ എംപറർ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ട് നിന്നൊരു സ്റ്റേജ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ക്യാരക്ടറിൽ, നിങ്ങളുടെ ബിഹേവിയറിൽ എല്ലാത്തിലും ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രീതി ഒരു പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവുക, പെട്ടെന്ന് സങ്കടം വരിക, കരയുക, അങ്ങനെ ഭയങ്കര ഡൗൺ ആവുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു നിങ്ങളുടെ നേരത്തെ സിറ്റുവേഷൻ. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ പലരും ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. നിങ്ങളിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര സെൽഫ് ലവ് ചെയ്യുന്ന ഒരു ടൈം കൂടെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങി. ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു നിങ്ങളുടേത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യപ്പെടും എന്നാണ് നമുക്ക് കാണുന്നത്. ഡെത്ത് ആൻഡ് റീബർത്തിന്റെ കാർഡാ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു വേദനകളെല്ലാം അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു പുനർജന്മമാണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുടെ ഒരു എനർജി നമുക്കിവിടെ കാണാം. നിങ്ങൾ മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു വന്ന വ്യക്തികളാണ്. നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. പറയാവുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ഒരു പക്ഷേ എക്സ്പ്രസ് ചെയ്യാനോ പറഞ്ഞ് ഫലിപ്പിക്കാനോ കഴിയാവുന്നതിൽ കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത ഒരു വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വേദനകളെല്ലാം അവസാനിച്ച് അവിടെ ഒരു പുതിയ ഉണർവാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു അവസാനം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. റീബർത്ത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ നേരത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് എന്തിലേക്കെങ്കിലും അഡിക്ഷൻസ് വരുമായിരുന്നു നിങ്ങൾക്ക്. അത് ഇമോഷൻസ് ആണെങ്കിലും എന്ത് കാര്യമായാലും. ഇപ്പൊ മറ്റൊരാൾ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഒന്ന് കരഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ സങ്കടം നിങ്ങൾ നിങ്ങളുടേതും കൂടി ആക്കി വെക്കും. അങ്ങനെ പിന്നീട് അത് ഓർത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾ എന്തിലേക്കും പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു രീതിയായിരുന്നു നിങ്ങളുടേത്. പക്ഷെ നിങ്ങൾക്ക് അതിലൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണം എന്നൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് ഇത്രയും ജീവിതാനുഭവങ്ങൾ വന്നതുകൊണ്ട് തന്നെ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്.
ഓക്കെ. ഇപ്പൊ പൂർണ്ണമായും ഈ ഒരു മാറ്റം നിങ്ങളിൽ വന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലേ മാറ്റങ്ങൾ വരുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് ഒരു കാര്യത്തിലേക്കും അട്രാക്റ്റ് ആയി ആ ഒരു കാര്യത്തിലേക്ക് അഡിക്ഷൻ വന്ന് പോകരുത് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റേബിൾ ആയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം വേണമെങ്കിൽ തന്നെ നിങ്ങൾ ഒരു അഡിക്ഷനിലേക്ക് പോകരുത്. എല്ലാം ആവശ്യത്തിന് മാത്രം. ആ ഒരു രീതിയിലേക്ക് നിങ്ങളിൽ പലരും എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റു പലര് ഇനി എത്താനുള്ളവർ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ മാറ്റങ്ങൾ. നിങ്ങൾക്ക് പല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ജഡ്ജ്മെന്റിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഫേസ് ചെയ്തത്, നിങ്ങൾ എന്തൊക്കെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോയത്, നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു ജഡ്ജ്മെന്റ് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളിലേക്ക് ഒരു ജഡ്ജ്മെന്റ് വരികയാണ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ നിങ്ങൾ ഇത്രയും ആയിരുന്നിരിക്കില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്ന ഒരു പ്രശ്നങ്ങളും വേദനകളും ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ആരും ഒന്ന് ആശ്രയിക്കാൻ ഇല്ലാതെ പോയ ടൈമിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയത്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരനായിട്ട് തന്നെ നിങ്ങളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അർഹമായ ഒരു ജഡ്ജ്മെന്റ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നു, നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. എനിക്കിവിടെ കാണുന്നത് നിങ്ങളിൽ പല വ്യക്തികളും ഒരു നിരാശയിലിരിക്കുന്ന, നിരാശ മീൻസ് നിങ്ങൾ ആരെയോ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ടൈമാണ്. ആ ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു സ്നേഹവുമായി, നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റുമായി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ വേദനകൾക്കെല്ലാം അവസാനമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ വ്യക്തികൾ പോലും ഒരു സമയം വരെ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായില്ല. പിന്നീട് നിങ്ങൾക്ക് എല്ലാം ഒറ്റക്കാണ് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം അവസാനിച്ച് നിങ്ങളിലേക്ക് സന്തോഷം കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഓവർ തിങ്കും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അർഹമായ ഒരു ജഡ്ജ്മെന്റ് ആണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഒറ്റക്കാണ് എന്നുള്ള ചിന്തയിൽ നിന്നും നിങ്ങൾക്ക് അർഹമായ നീതി ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ, നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് സന്തോഷം വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ഉള്ളിൽ വളരെയേറെ ഭയമാണ് ഉണ്ടായിരുന്നത്. എല്ലാത്തിനോടും ഒരുതരം ഭയത്തോടു കൂടിയാണ് നിങ്ങളുടെ സമീപനം ഉണ്ടായിരുന്നത്. എല്ലാം ഭയത്തോടു കൂടിയാണ് നിങ്ങൾ കണ്ടിരുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഭയത്തിൽ നിന്നൊക്കെ, ആ ഒരു കറുത്ത ഭയം എന്നുള്ള ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വരാൻ വേണ്ടി പോവുകയാണ്.
നിങ്ങളുടെ ഭയത്തിനൊക്കെ മാറ്റം വരാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഭയപ്പെട്ടിരുന്നത്, പേടിച്ചിരുന്നത്, ടെൻഷൻ അടിച്ചിരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമോ? നിങ്ങൾ സ്നേഹിച്ച പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരുമോ? നിങ്ങൾക്ക് അവരുമായിട്ടൊരു ലൈഫ് വീണ്ടും ഉണ്ടാകുമോ? നിങ്ങളുടെ നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു ലഭിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ്, ഓവർ തിങ്കിങ്, ഭയം ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ആ ഒരു ലൈഫിനും നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനും എല്ലാം മാറ്റങ്ങൾ വരികയാണ്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇന്നർ സോൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്കൊരു ആന്തരികമായിട്ടുള്ള ശക്തി, ഒരു ഊർജം നിങ്ങളിലേക്ക് കൈവന്നിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കറുത്ത അധ്യായം നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ച് അവിടെ ഒരു പുതിയ പ്രകാശം നിറഞ്ഞ അധ്യായം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. മേ ബി നിങ്ങളിൽ പല വ്യക്തികളും ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്ന ടൈമിലായിരിക്കാം ചിലപ്പോ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. ഓ, നേരത്തെ ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ, ശരിയാണല്ലോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോഴായിരിക്കാം. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു ടൈമിൽ. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ്, നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം, സമൃദ്ധി ഇതെല്ലാം കൈവരാൻ പോവുകയാണ്. നിങ്ങളിൽ പല വ്യക്തികളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പ്രാർത്ഥന, വഴിപാട് ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്ന എനർജി ഇപ്പൊ നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു നല്ല ഭാഗവും നിങ്ങൾ പ്രാർത്ഥന, അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് കാണുക, മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആണെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ള പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സന്തോഷങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളിവിടെ ഭയങ്കരമായിട്ടും സ്നേഹത്തിന്റെ കാര്യത്തില് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വ്യക്തികളാണ്. കാരണം നിങ്ങൾക്ക് സ്നേഹിക്കാൻ വളരെ ഇഷ്ടമാണ്. നിങ്ങളൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ ആരെയും വേദനിപ്പിക്കണമെന്നോ അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺസ് അല്ല നിങ്ങൾ. നിങ്ങൾ സ്നേഹത്തിന് വളരെയധികം മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് പെട്ടെന്നൊരു കണക്ഷൻ വരാൻ വേണ്ടി കഴിഞ്ഞത്. എയ്റ്റ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും എത്രയും വേഗം നിങ്ങൾക്കൊരു മെസ്സേജ്, ഒരു കോള്, അവരുടെ ഒരു സാമീപ്യം എത്രയും വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നതാണ്. കരിയർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ജോലി കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ന്യൂസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. ചാരിയറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇമോഷണലി കുറച്ചുകൂടെ സ്റ്റേബിൾ ആവണം. നിങ്ങളിപ്പോൾ പലരും സ്റ്റേബിൾ ആണ് ഇമോഷണലി, എങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളിൽ പലരും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങളിൽ പലരും അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ അങ്ങനെ ആക്കി മാറ്റിയിരിക്കുന്നു. എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി നേരിടാൻ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ വേദനകളൊന്നും നിങ്ങളിപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാറില്ല. അതിനെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പഠിക്കാതെ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു വെളിച്ചം ഹയർ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പരിവർത്തനം പൂർണ്ണമാകുന്ന ഒരു ടൈമിൽ നിങ്ങളിലേക്ക് ആ ഒരു എനർജി, ആ ഒരു വെളിച്ചം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തെളിച്ചം വരുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിജയം, അതാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടും നിങ്ങൾ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾ മാറി നിന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് പല ആളുകളും ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതൊന്നും സ്വീകരിക്കാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് അവർ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോയൊരു വ്യക്തികളാണ്. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ അത് തന്നെയായിരുന്നു. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ സ്നേഹമെല്ലാം നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രമായി ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അവർ നിങ്ങളിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഫലമുണ്ടായി. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ വഴി നിങ്ങളുടെ ആ ഒരു സോൾമേറ്റിലേക്ക് എത്തിച്ചേർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുതുനാമ്പുകൾ മുളയ്ക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, സന്തോഷകരമായ ഒരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ. അതിനു വേണ്ടി നിങ്ങളുടെ ഇന്നർ സോളും നിങ്ങൾ ശാരീരികമായും മാനസികമായും അതിനു വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, നിങ്ങളിൽ പല വ്യക്തികളും പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളും മാനിഫെസ്റ്റേഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും പല സമയങ്ങളിലും നിങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടാതെ വന്നപ്പോൾ ഒരു ബാലൻസിങ് ഇല്ലാതെ നിങ്ങൾക്ക് വന്നിരുന്നു. നിങ്ങൾക്കൊരു ഡൗട്ട് സ്റ്റേജ് വന്നിരുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നിലേക്ക് വരുമോ? എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്? ഇങ്ങനെ നിങ്ങളൊരു ബാലൻസ് ഇല്ലാതെ നിന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന കുറെ കാര്യങ്ങളായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയിരുന്ന കുറെ സിറ്റുവേഷൻസ്, അത് ദൈവികമായി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളത്.
അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. നിങ്ങളുടെ ഇവിടുത്തെ ഒരു എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല. നിങ്ങൾക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് വളരെ കുറവായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ഒരു അഡിക്ഷൻ വരിക, പെട്ടെന്ന് ഒരാളിലേക്ക് അട്രാക്ഷൻ വരിക, അങ്ങനെ ഒരു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുക, അങ്ങനെ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ വരുന്ന ഒരു രീതിയായിരുന്നു നിങ്ങളുടേത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സോളിന് ഒരു ചേഞ്ച് ആവശ്യമായിരുന്നു. നിങ്ങളൊന്ന് സ്ട്രോങ് ആവണമായിരുന്നു, നിങ്ങളൊന്ന് സെൽഫ് ലവ് ആവണമായിരുന്നു. നിങ്ങൾ സെൽഫായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആവുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങളിൽ പല വ്യക്തികളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. വളരെ സ്ട്രോങ് പേഴ്സൺസ് ആയി കഴിഞ്ഞു നിങ്ങൾ. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ മുന്നോട്ട് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു വ്യക്തത നിങ്ങൾ പലർക്കും വന്നിട്ടുണ്ട്. മറ്റു ചിലരിൽ, പൂർണ്ണമായും എത്താത്ത ചിലരിൽ പരിവർത്തനത്തിന്റെ അവസാന സ്റ്റേജ് ആണ്. ഈ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ ഒരു 95% നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഈ ഒരു മാറ്റത്തിലേക്ക്. ഈ ഒരു മാറ്റം നടക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായത്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസിന്റെ കാർഡാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസിങ് കൈ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിലയിരുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം നിങ്ങളിലൊരു എനർജി കൈ വന്നിട്ടുണ്ട്. അതിനുള്ള ഒരു ധൈര്യം, എനർജി, അതുപോലെ തന്നെ ഒരു ഇന്നർ സോളിന്റെ ഒരു ശക്തി, അത് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളിൽ പല വ്യക്തികളും അതിപ്പോൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു പ്രണയം, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത് കൂടുതലായി. കാരണം ഒരുപക്ഷെ അവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആവണമെന്ന്. എന്ത് തന്നെ ആയാലും ഡിവൈൻ ടൈം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സ്ട്രോങ് ആവുക എന്നുള്ളതായിരുന്നു. പൂർണ്ണമായും പരിവർത്തനത്തിലേക്ക് എത്തിയ വ്യക്തികളിലേക്ക് ഈ ഒരു എനർജി പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജസ് കൂടെ എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസിന് ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം. റൊമാൻസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് റൊമാൻസ് വരുന്നു. നമുക്കിവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് റൊമാൻസ് കടന്നു വരുന്നു, സന്തോഷം കടന്നു വരുന്നു, പ്രണയം കടന്നു വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ലൈഫ്, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഇതുവരെ എന്തിനാണോ വേദനിച്ച് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോയത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് വന്നിരിക്കുന്നു. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു എനർജിയിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ, ഇതിലെല്ലാം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഉത്തരമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയത്. അപ്പൊ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ മനസ്സ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥനയും
മാനിഫെസ്റ്റേഷനും കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയത്. ഇതുവരെ നിങ്ങൾ ഈ ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ എന്നെങ്കിലും നിങ്ങൾക്ക് മാറും എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് തന്നെ കേട്ട് അതിൽ വിശ്വസിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി കടന്നു വരാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.